അല്ലെങ്കിലും ഞാൻ ചെയ്യുമ്പോൾ മാത്രം എന്താ എല്ലാ പരിപാടിയും പാളിപ്പോകുന്നത്. ഒരു വീഡിയോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ഞാൻ. അതും ഈ ഒരു പശയുണ്ടല്ലോ എന്നോർത്ത് മാത്രം. പക്ഷേ ഇത് ചെയ്ത് പകുതി എത്തിയപ്പോൾ ഈ പശ തീർന്നു. എങ്കിലെന്താ, ഫെവിക്കോൾ ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അതും എടുത്ത് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഉണങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് ആദ്യത്തെ ഫെവിക്രിലിനും ഫെവിക്കോളിനും ഒരേ എഫക്റ്റ് അല്ല തരാൻ പറ്റുന്നതെന്ന്. ലിപ്പനാട്ട് കണ്ടിട്ട് അതുപോലെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതിന് ക്ലേ ഒന്നും മേടിച്ച് ചെയ്യാനുള്ള അത്ര എക്സ്പീരിയൻസ് ഒന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷിച്ചു. എന്നാൽ പിന്നെ ഈ രീതിയിൽ ചെയ്ത് നോക്കാം, പശയുടെ ചിലവ് മാത്രമേ ഉള്ളൂ എന്ന് ഓർത്തു. പക്ഷേ ഞാൻ വിചാരിച്ച പോലെ അത്ര സക്സസ് ആയില്ല. എനിവേ, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു മാൻഡല ആർട്ടിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ നിങ്ങളുടെ ക്യാൻവാസിൽ വരയ്ക്കുക. ദെൻ അതേ പാറ്റേൺ തന്നെ ഇതേപോലെ ഗ്ലൂ ഉപയോഗിച്ചിട്ട്, ബെറ്റർ ഈ ഫെവിക്രിൽ തന്നെയായിരിക്കും, അത് ഉപയോഗിച്ചിട്ട് നല്ല തിക്കായിട്ട് പശ ഉപയോഗിച്ച് ഡ്രോ ചെയ്യുക. അതിനുശേഷം നല്ല പോലെ ഡ്രൈ ആവാൻ വയ്ക്കുക. ഒരു 2-3 ഡേയ്സ് വയ്ക്കുക. അതിനുശേഷം ഫുള്ള് ബ്ലാക്ക് പെയിൻ്റ് അടിക്കുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ബട്ട് ബിഫോർ ദാറ്റ് മേക്ക് ഷുവർ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡ്രൈ. എന്നിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോൾഡനോ അല്ലെങ്കിൽ എന്താ പറയുക കോൺട്രാസ്റ്റ് കളറ്, ലൈക്ക് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കോപ്പർ കളറാണ്. അങ്ങനത്തെ എന്തെങ്കിലും കളർ എടുത്തിട്ട് ഫിംഗേഴ്സ് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് ബ്രഷിനേക്കാളും. ആൻഡ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. അത് നല്ല കട്ടിയിൽ നല്ല തിക്കായിട്ട് പശ വന്നാൽ മാത്രമേ ആ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. ഞാൻ ചെയ്തത് ഫെവിക്രില്ല് വെച്ചിട്ടുള്ള ഭാഗങ്ങളെല്ലാം വൃത്തിയായിരുന്നു. പക്ഷേ ഫെവിക്കോൾ വെച്ചപ്പോൾ അതെല്ലാം ഭയങ്കര തിന്നായിപ്പോയി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ. സോ പടിപാളി. നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക ഫെവിക്രില്ലാണെന്നും നല്ല തിക്കായിട്ടാണ് കൊടുക്കുന്നതെന്നും. സോ ദാറ്റ്സ് ഇറ്റ്. എങ്ങനെ ഇടുന്നത് ചോദിക്കുന്നതിൽ പോലും അർത്ഥമില്ല, അത്ര അലമ്പാണ്. എന്നാലും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.